നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്ന് രാഹുലും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിക്കൊപ്പമാണ് താനെന്നും വിഷയത്തിൽ നിയമപരമായി സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്നും AICC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴയിൽ മറുപടി പറയുകയായിരുന്നു അവർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആരംഭിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിലാണ് വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യുന്നത്. ആരോഗ്യ പരിരക്ഷണത്തിന് ആരോഗ്യകരമായ മരുന്ന് സംഭരണ വിതരണ ശൃംഖല അനിവാര്യമാണെന്ന് AKCDA ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്ന് രാഹുലും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമോ വേണ്ടയോ എന്ന് രാഹുലും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ചമഞ്ഞ പുണ്യവാളന്റെ പരിവേഷം അഴിഞ്ഞു വീണു. വിവാദമുണ്ടായപ്പോൾ ആദ്യം ന്യായീകരിക്കാൻ ശ്രമിച്ചു. തനിക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞ് പുണ്യാളനാകാൻ ശ്രമിച്ചു. കോൺഗ്രസിന്റെ നാശത്തിന്റെ ഒരു കാരണമായി രാഹുൽ വിഷയം മാറും. വിഷയത്തിൽ പശ്ചാത്താപമുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്നും തെറ്റ് ചെയ്യാത്തവർ ആരുമില്ല എന്നും രാഹുലിനേക്കാൾ വലിയ രാഹുൽ മാങ്കൂട്ടത്തിൽമാർ ഏറെയുണ്ടെന്നും ഇവരാരും പുണ്യവാളനാകാൻ ശ്രമിച്ചിട്ടില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രാജിവെച്ച് പോകണമായിരുന്നോ വേണ്ട എന്ന് അവരുടെ പാർട്ടിയും അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇഷ്യൂ തുടങ്ങുമ്പോൾ തന്നെ ഒരു പുണ്യവാളന്റെ പരിവേഷമാണ് അണിഞ്ഞിരുന്നത്. പക്ഷെ ആ പൊയ്മുഖം വഴിഞ്ഞു വീണു. പലരും മീഡിയയാണ് നിങ്ങളെല്ലാം പറഞ്ഞപ്പോഴും പറഞ്ഞ ആരും എന്നെ പറ്റി കേസ് പറഞ്ഞിട്ടില്ലല്ലോ, കേസ് കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ രാജിവെക്കുന്നത്, ഇനി എൻ്റെ പേര് ഒരു കേസും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്. പക്ഷെ ഇപ്പൊ കേസുണ്ടായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആളില്ല മഷിയിട്ടാൽ പോലും കാണാത്ത വ്യക്തി, എവിടെയാണെന്ന് പോലും അറിയാത്ത വ്യക്തി ഒളിവിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കേസില്ലാത്തത് കൊണ്ടാണ് താൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അദ്ദേഹം പുണ്യവാളനാകാൻ ശ്രമിച്ചുവെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരാളല്ല പല സ്ത്രീകളെയും പീഡിപ്പിച്ചതായിട്ടും അതിൽ ഒരു സ്ത്രീ അവർ പീഡനാനുഭവങ്ങളും ചെയ്ത ആ വൃത്തികേടുകളെല്ലാം ഞാൻ പറയുന്നില്ല, എല്ലാം തുറന്ന്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കാനാണ് പത്മകുമാർ എപ്പോഴും ശ്രമിച്ചത്. തന്ത്രിയാണ് എല്ലാത്തിനും മൂലകാരണമെന്നും അന്വേഷണം ശരിയായി പോയാൽ തന്ത്രിയിൽ എത്തിക്കാര്യങ്ങളെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമില്ല എന്നും വോട്ട് വ്യക്തിപരമാണെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം കൊണ്ട് രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താനാകില്ല എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. പണ്ടേ കുഴപ്പക്കാരനാണ്, ഇന്നും കുഴപ്പക്കാരനാണ്. പുള്ളി പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ വണ്ടി കച്ചവടവും വസ്തു കച്ചവടം ആയിരുന്നു ജോലി. പാർട്ടി പ്രവർത്തനത്തെക്കാൾ ഉപരി സ്വന്തം ഡെവലപ്മെന്റ്സ് ആയിരുന്നു പുള്ളിയുടെ പരമലക്ഷ്യം. ആ പരമലക്ഷ്യത്തിൽ നിന്ന് അല്പം തകരാറ് വന്നപ്പോൾ അങ്ങനെ MLA ആക്കി, DCC സെക്രട്ടറി ആക്കി, എല്ലാം ആക്കിയിട്ട് പോലും അസംതൃപ്തനായിക്കൊണ്ട് പലപ്പോഴും പാർട്ടി കിട്ടുന്ന എല്ലാം കുത്തിയിട്ടില്ലേ അദ്ദേഹം. എത്രയോ മോശമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് അങ്ങനെ പറയാൻ സാധിക്കും. അദ്ദേഹം തന്ത്രികൾക്കും കൂടി ചേർന്നു എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ ഒക്കത്തില്ല. എല്ലാത്തിൻ്റെ മൂലം തന്ത്രിയാണല്ലോ. തന്ത്രിയും വീഴും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിഷയവുമായി ബന്ധപ്പെട്ട പരാതിക്കാരിക്കൊപ്പമാണ് താനെന്നും വിഷയത്തിൽ നിയമപരമായി സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്നും AICC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഷാനിമോൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിക്ക് ഒപ്പമാണ് താനെന്നും വിഷയത്തിൽ നിയമപരമായി സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്നും AICC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസ് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത തരത്തിൽ സംഘടനാപരമായിട്ടുള്ള നടപടിയും എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായിട്ട് ആ പരാതിന്മേലുള്ള
അന്വേഷണം നടക്കട്ടെ എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. എന്താ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ അർത്ഥം മനസ്സിലാവുന്നില്ല. സത്യത്തിൽ അല്ല അത് അത്തരം ചോദ്യങ്ങൾക്ക് തന്നെ അർത്ഥമില്ല. എപ്പോഴും സ്ത്രീപക്ഷത്ത് നിന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള വിഷയങ്ങൾ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വരുമ്പോൾ ഒരു വശത്ത് മറ്റൊരഭിപ്രായം, മറിച്ച് തിരിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും ശീലമില്ല. ഇതിനകത്ത് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാട് 3 മാസം മുമ്പ് തന്നെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് സമീപകാലത്തൊന്നും കേൾക്കാത്ത നടപടിയെന്നും കൃത്യമായ അന്വേഷണം വിഷയത്തിൽ നടത്തണമെന്നും ഷാനിമോൾ പറഞ്ഞു. താൻ സ്ത്രീപക്ഷത്ത് തന്നെ നിലകൊള്ളുന്നു. ഇഷ്ടമുള്ള ആളുകൾ എതിർചേരിയിൽ നിൽക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന നിലപാടില്ല. വ്യക്തികൾ പറയുന്നത് എന്തെന്ന കാര്യത്തിൽ പ്രസക്തിയില്ല. സംഘടനയുടെ നിലപാടാണ് പ്രധാനം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും രാജ്യ തീരുമാനം വ്യക്തിയിൽ അധിഷ്ഠിതമാണെന്നും ഷാനിമോൾ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള വിവാദം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നും ഷാനിമോൾ ഉസ്മാൻ കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആലപ്പുഴ കളക്ടറേറ്റിൽ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 6 നഗരസഭകളിലേക്കുമുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആലപ്പുഴ കളക്ടറേറ്റിൽ ആരംഭിച്ചു. കളക്ടറേറ്റിലെ ഗോഡൌണിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും AROയുമായ KM ഷിബുവിന് നൽകി മെഷീന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആര്യാട്, ചമ്പക്കുളം, മാവേലിക്കര, മുതുകുളം, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ, ഭരണിക്കാവ്, തൈക്കാട്ടുശ്ശേരി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും കായംകുളം, മാവേലിക്കര, ആലപ്പുഴ, ചെങ്ങന്നൂർ എന്നീ നഗരസഭകളിലേക്കുമാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തത്. ഞായറാഴ്ച വെളിയനാട്, കഞ്ഞിക്കുഴി, പട്ടണക്കാട്, ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ഹരിപ്പാട്, ചേർത്തല എന്നീ നഗരസഭകൾക്കും യന്ത്രങ്ങൾ വിതരണം ചെയ്യും. ഓരോ ബ്ലോക്കുകളിലേക്കും പ്രത്യേകം സജ്ജീകരിച്ച കവച വാഹനങ്ങളിലാണ് യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നത്. പ്രാഥമിക തല ചെക്കിംഗ് പൂർത്തിയാക്കിയ 3305 കൺട്രോൾ യൂണിറ്റുകളും 9206 ബാലറ്റ് യൂണിറ്റുകളുമാണ് വിതരണം ചെയ്യുന്നത്. ഡിസംബർ 3-ന് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് നടക്കും. വിതരണ ഉദ്ഘാടന ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ S ബിജു, EVM മാനേജ്മെന്റ് നോഡൽ ഓഫീസർ രമ്യ S നമ്പൂതിരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ, പോലീസ്, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യ പരിരക്ഷണത്തിന് ആരോഗ്യകരമായ മരുന്ന് സംഭരണ വിപണന ശൃംഖല അനിവാര്യമാണെന്ന് AKCDA ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം ഈ 4 ജില്ലകളിൽ നിന്ന് വ്യാപകമായി വ്യാജമരുന്ന് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന 1975 മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ചാരിറ്റബിളായിട്ട് ഒരു വ്യവസായം, മാന്യമായ വ്യവസായ രംഗം ചെയ്തു വരുന്ന ഒരു സംഘടനയും ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് AKCDA. പണ്ട് പോലെ നമ്മൾ ഇവിടുത്തെ സർക്കാരിനോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്നു ഡിസ്കൗണ്ട് ബോർഡ് വെച്ച് സെയിൽ ചെയ്യരുത് മരുന്ന്. കാരണം മരുന്നിന് കൃത്യമായ വില നിലവാരം നിശ്ചയിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ്. ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയിലാണ്, MRP നിശ്ചയിക്കുന്ന ഗവൺമെൻറ്റാണ്. ആ വിലയിലാണ് നമ്മൾ മരുന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഗുണനിലവാരമില്ലാത്തതും വ്യാജമരുന്നുകളും വിൽക്കപ്പെടാത്ത സംസ്ഥാനമെന്ന ഖ്യാതി ഒരു കാലത്ത് കേരളത്തിന് ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും ഉത്തരവാദിത്വബോധത്തോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചിരുന്ന ഔഷധ വ്യാപാര സമൂഹവും കാരണമാണ്. വിതരണക്കാർ, റീറ്റെയിൽ മരുന്ന് നിർമ്മാതാവ്, അംഗീകൃത വ്യാപാരികൾ, ആശുപത്രികൾ എന്നിങ്ങനെയുള്ള ശൃംഖലയുടെ പ്രവർത്തന ഫലമായി ഗുണനിലവാരമുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിലയോടെ ലഭ്യമായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ GST നടപ്പിലാക്കിയത് മുതൽ അന്യസംസ്ഥാനത്ത് നിന്ന് അംഗീകൃതമല്ലാത്ത വ്യാപാരികൾ ഡിസ്കൗണ്ട് വ്യാപാരം എന്ന വാഗ്ദാനവുമായി സംസ്ഥാനത്തേക്ക് മരുന്നുകൾ എത്തിക്കാനും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ചുരുക്കം ചില മൊത്ത ചില്ലറ വ്യാപാരികൾ പ്രലോഭനത്തിൽ ആകൃഷ്ടരായി മരുന്നുകൾ വാങ്ങി ഡിസ്കൗണ്ട് ബോർഡുകൾ പ്രദർശിപ്പിച്ച് വ്യാപാരം തുടങ്ങിയത് വ്യാപകമായതോടെ സംസ്ഥാനത്ത് ഗുണനിലവാരമില്ലാത്തതും വ്യാജ മരുന്നുകളുടെ കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉടലെടുത്തതായും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കൊല്ലം, തൃശൂർ, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വ്യാജമരുന്നുകൾ കണ്ടെത്തുകയും
നിയമാനുസൃതമായുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് സ്വാഗതാർഹമായ കാര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. AKCDA ജില്ലാ പ്രസിഡന്റ് P. പ്രസന്നകുമാർ, ജില്ലാ സെക്രട്ടറി TK അനിൽ, ട്രഷറർ R. രാജേഷ്, ഗംഗാ പ്രസാദ്, ഉണ്ണികൃഷ്ണപിള്ള, മനോജ് മാത്യു, S. ബാലചന്ദ്രൻ, K. സുഭാഷ്, A. പ്രിയാസ്, ജിജോ C. ഫ്രാൻസിസ്, P. അശോകൻ നായർ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്ന് രാഹുലും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിക്കൊപ്പമാണ് താനെന്നും വിഷയത്തിൽ നിയമപരമായി സർക്കാർ മുന്നോട്ട് പോകട്ടെ എന്നും AICC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴയിൽ മറുപടി പറയുകയായിരുന്നു അവർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം ആരംഭിച്ചു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിലാണ് വോട്ടിംഗ് മെഷീനുകൾ വിതരണം ചെയ്യുന്നത്. ആരോഗ്യ പരിരക്ഷണത്തിന് ആരോഗ്യകരമായ മരുന്ന് സംഭരണ വിതരണ ശൃംഖല അനിവാര്യമാണെന്ന് AKCDA ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.